അപ്പോൾ നമ്മൾ ഇന്ന് സ്ക്വയർ റൂട്ട് ഓഫ് എനി നമ്പേഴ്സ്, ഏത് നമ്പർ തന്നാലും അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ നമ്പർ 18 ആണ്. 18 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നറിയാം. 18-ൽ താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. ഇത് 4ൻ്റെ സ്ക്വയറാണ് അല്ലേ. അപ്പോൾ 4 എഴുതി ഒരു പ്ലസ് ഇട്ട്. അപ്പോൾ ഇത് 16 18 ആകാനായിട്ട് 2ൻ്റെ കുറവുണ്ട്. ആ 2 നമ്മൾ മുകളിൽ എഴുതി. ഈ 4ൻ്റെ ഇരട്ടി നമ്മൾ എഴുതും. അപ്പോൾ 4 + 2/8 എന്ന് കിട്ടും. അതായത് 4 പ്ലസ് ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4 എന്ന് കിട്ടും. 4 + 1/4 എന്ന് പറയുന്നത് 4.25. അപ്പോൾ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഈ ആൻസർ ആയിരിക്കും. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി 51ൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണെങ്കിൽ 51ൻ്റെ തൊട്ട് താഴെ വരുന്ന നമ്പർ 49 ആണ്. അത് 7ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ 7 എഴുതാം. പ്ലസ് 49 51 ആകാനായിട്ട് 2ൻ്റെ കുറവുണ്ട്. 2 മുകളിൽ എഴുതാം. ഈ 7ൻ്റെ ഡബിൾ എന്ന് പറയുന്നത് 14 ആണ്. അതായത് 7 + 2/14 ചെറുതായി കഴിഞ്ഞാൽ 1/7 എന്ന് കിട്ടും. ഈ 1നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏതാണ്ട് നമുക്ക് 3/4 കിട്ടും. പിന്നെ ഇവിടെ 20 20-ൽ 7 2 പ്രാവശ്യമാണ്. ഇവിടെ ഒന്നുകൂടെ ഉണ്ടായി 21 ആയിരുന്നെങ്കിൽ അത് 3 പ്രാവശ്യം കിട്ടിയാണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 3 എഴുതി. അതായത് 3 4 3. അപ്പോൾ അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 7.343. ഇതായിരിക്കും ഏതാണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 39 നോക്കാം. 39 ഇത് നോക്കുക. ഇത് 39ൻ്റെ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 36 ആണ്. അതായത് 6ൻ്റെ സ്ക്വയറാണ് നമുക്കറിയാം. 6 എഴുതി പ്ലസ് ഇട്ടു. 36 39 ആകാനായിട്ട് 3 വേണം. അപ്പോൾ 3 എഴുതി. ഈ 6ൻ്റെ ഇരട്ടി 12 ആണ്. അതായത് 6 പ്ലസ് ഈ 3/12 ചെറുതാക്കുമ്പോൾ 1/4 എന്ന് കിട്ടും. 1/4 എന്ന് പറയുന്നത് 6.1/4 എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി റൂട്ട് 39ൻ്റെ ആൻസർ 6.251. ഓക്കെ.